നമസ്കാരം, എൻ്റെ പേര് നിരജ്. ഞാൻ ഇന്ന് നിങ്ങളുടെ മുന്നിൽ നിൽക്കുന്നത് ഒരു പുസ്തക അവലോകനം ചെയ്യുവാനാണ്. ആദ്യമായി നമ്മുടെ KSD കോളേജ് ഓഫ് എഡ്യൂക്കേഷന്റെ റീഡേഴ്സ് ഫോറം സംഘടിപ്പിക്കുന്ന ഈ പരിപാടിയിലേക്ക് ഏവരെയും ഒന്നുകൂടി സ്വാഗതം ചെയ്തുകൊള്ളുന്നു. വായനയിലൂടെ അറിവ് നേടാനും അതിനെ മറ്റുള്ളവരുമായി പകർന്നു നൽകുവാനുമാണ് നമ്മുടെ റീഡേഴ്സ് ഫോറം, അതായത് നമ്മുടെ ലൈബ്രറിയനായ ഷീല മാഡത്തിന്റെ നേതൃത്വത്തിൽ പ്രവർത്തിക്കുന്ന റീഡേഴ്സ് ഫോറം ഉദ്ദേശിക്കുന്നത്. അതിന്റെ ഭാഗമായി നിങ്ങൾക്ക് ഞാൻ ഇന്ന് പരിചയപ്പെടുത്താൻ ഉദ്ദേശിക്കുന്നത് MTയുടെ മഞ്ഞ് എന്ന കൃതിയെ കുറിച്ചാണ്. ഇതെനിക്ക് കിട്ടുന്നത് നമ്മുടെ രാജീനാഥിന്റെ കയ്യിൽ നിന്നാണ്. അദ്ദേഹം ലൈബ്രറിയിൽ നിന്നാണ് എനിക്ക് ബുക്ക് കിട്ടുന്നത്. അപ്പോൾ ഞാൻ ഏറ്റവും കൂടുതൽ ആരാധിക്കുന്നതും എനിക്ക് ഏറ്റവും ബഹുമാനം തോന്നിയിട്ടുള്ള ഒരു വ്യക്തിയുമാണ് ശ്രീ MT വാസുദേവൻ നായർ എന്ന പാലക്കാട്ടുകാരൻ. അദ്ദേഹത്തിന്റെ നോവലയാണ് മഞ്ഞ് എന്ന ഈ കൃതി. അപ്പോൾ നോവല എന്ന ഗണത്തിൽപ്പെടുന്നത് എന്ന് വെച്ചാൽ നോവലിനെ പോലെ വലിച്ചു നീട്ടി പറയാൻ പറ്റാത്തതും എന്നാൽ ഒരു ചെറുകഥയോടും ചുരുക്കി പറയാൻ പറ്റാത്തതും ആയ ഒരു ഗണത്തിൽപ്പെടുന്നതാണ് നോവല. മലയാളത്തിൽ വളരെ കുറച്ച് നോവലുകൾ മാത്രമേ ഉള്ളൂ. അപ്പോൾ 1964 നമ്മുടെ ഈ മഞ്ഞ് എന്ന് പറഞ്ഞ ഈ പുസ്തകം ആദ്യമായി പ്രസിദ്ധീകരിക്കപ്പെടുന്നത്. അതിനുശേഷം അതിന്റെ പല പതിപ്പുകളും വന്നിട്ടുമുണ്ട്. നോവലിനെ കുറിച്ച് പറയുകയാണെങ്കിൽ ഇതിൽ ഉപയോഗിക്കുന്ന ഓരോ വാക്യങ്ങളും അങ്ങേയറ്റം സൂക്ഷ്മതയോടെ കൈകാര്യം ചെയ്യേണ്ടതുണ്ട്. എന്തെന്ന് വെച്ചാൽ ഒരു വാക്ക് തെറ്റിപ്പോയാലോ ഒരു വാക്കിന്റെ താളം തെറ്റിപ്പോയാലോ ഈ ആസ്വാദകർക്ക് ഇതിന്റെ ശ്രുതി ലഭിക്കുകയില്ല. ഒരുപക്ഷെ അതിന്റെ ശ്രുതി നഷ്ടപ്പെട്ടു പോയി എന്ന് വരാം. MT തന്റെ ഈ കൃതിയിലുടനീളം വാക്കിന്റെ കൃത്യത ഉറപ്പുവരുത്തിയിട്ടുമുണ്ട്. മലയാള സാഹിത്യത്തിൽ തന്നെ മലയാള നോവലുകളിൽ തന്നെ പോയറ്റിക്കൽ ലാംഗ്വേജ് ഏറ്റവും ഭംഗിയായി ഏറ്റവും ശ്രദ്ധേയമായി കൈകാര്യം ചെയ്യപ്പെടുന്ന ആദ്യകാല കൃതികളിൽ ഒന്നാണ് നമ്മുടെ മഞ്ഞ് എന്ന ഈ നോവൽ. വളരെ കുറച്ച് മാത്രം കഥാപാത്രങ്ങളെ ഈ നോവലയിലുള്ളൂ. നമുക്ക് കാണാൻ പറ്റും. ഇതിലെ പ്രധാന കഥാപാത്രം എന്ന് പറയുന്നത് നമ്മുടെ വിമല ടീച്ചർ തന്നെയാണ്. അവരെ കൂടാതെ തന്നെ സുധീർ കുമാർ മിശ്രയും പിന്നെ അമർ സിംഗും ബുദ്ധുവും പിന്നെ സർദാർജിയും എന്നിങ്ങനെ ഏറെ പ്രാധാന്യമർഹിക്കുന്ന കുറെ കഥാപാത്രങ്ങൾ കൂടി ഇതിൽ കാണാൻ പറ്റുന്നതാണ് നമുക്ക്. മറ്റ് നോവലുകളിൽ നിന്നും MTയുടെ മറ്റ് എഴുത്തുകളിൽ നിന്നും ഇതിനെ വ്യത്യസ്തമാക്കുന്നത് എന്ന് വെച്ചാൽ ഇതിന്റെ കഥാ പശ്ചാത്തലമാവാം. ഒരുപക്ഷെ മനോഹരം നിറഞ്ഞ ഒരു നൈമിക്കാൾ പശ്ചാത്തലവും പൂമയും കുന്നുകളും പടുകൂറ്റൻ വൃക്ഷങ്ങളും തടാകങ്ങളും അവിടെ കാണുന്ന മൂടൽ മഞ്ഞും ഒക്കെ ആവാം MTയുടെ മറ്റ് എഴുത്തുകളിൽ നിന്ന് നമുക്ക് ഇതിനെ വ്യത്യസ്തമായി കാണാൻ പറ്റുന്നത്. ഞാൻ MTയുടെ ആദ്യം വായിക്കുന്നത് നിന്റെ ഓർമ്മയ്ക്ക് എന്ന ഒരു ചെറുകഥയാണ്. അതിൽ തോന്നിയ ഒരു ആരാധനയാവാം എന്നെക്കൊണ്ട് പിന്നീട് രണ്ടാം മുഴവും മഞ്ഞും കാലവും ഒക്കെ വായിക്കുന്നത്. എനിക്ക് എൻ്റെ പേഴ്സണൽ ഫേവറേറ്റാണ് രണ്ടാം മുഴവും ഈ മഞ്ഞും എന്ന് പറയുന്ന ഈ നോവൽസ് ഒക്കെ. അപ്പോൾ ഞാൻ മുൻപ് പറഞ്ഞതുപോലെ ഇതിൽ വളരെ കുറച്ച് കഥാപാത്രങ്ങളേ ഉള്ളൂ. ഇതിലുള്ള പ്രധാന കഥാപാത്രമായ നമ്മുടെ വിമല ടീച്ചറിന്റെ പ്രണയവും വിരഹവും അവരുടെ കാത്തിരിപ്പുമായിട്ടാണ് ഈ കഥ മുന്നോട്ട് പോകുന്നത്. ഒരുപക്ഷെ ഈ ബുക്ക് വായിച്ചു കഴിഞ്ഞതിന് ശേഷം നിങ്ങൾക്ക് തോന്നുന്നുണ്ടാവാം കാത്തിരിപ്പ് തന്നെയാണ് മഞ്ഞിന്റെ ആത്മാവ് എന്നത്. കാരണം മുൻപിൽ കാണുന്ന തടാകം പോലെ തളം കെട്ടിക്കിടക്കുകയാണ് വിമലയുടെ മനസ്സെന്ന് പറയുന്നത്. അതെ, വളരെ വർഷങ്ങൾക്ക് മുൻപ്, കൃത്യമായി പറഞ്ഞാൽ 9 വർഷങ്ങൾക്ക് മുൻപാണ് വിമല സുധീർ കുമാർ മിശ്രയെ പരിചയപ്പെടുന്നത്. അവർ ഒരു ബസ് യാത്രയ്ക്കിടയിലാണ് തമ്മിൽ കണ്ടുമുട്ടുന്നതും പിന്നെ അവരുടെ ഇഷ്ടം, അതായത് അവരുടെ ആ കാഴ്ച പ്രണയത്തിലോട്ടും പിന്നെ അങ്ങനെ വികസിച്ചു പോവുകയാണ്. വളരെ കുറച്ച് കാലയളവിൽ അവർ തമ്മിൽ പ്രണയിക്കുകയും ചെയ്യുന്നു. ശേഷം നമ്മുടെ സുധീർ കുമാർ നൈമിറ്റാൽ വിട്ടു പോകുകയാണ്, അതായത് വിമലയെ വിട്ടു പോകുകയാണ്. പക്ഷേ തിരികെ വരുമെന്നോ വരില്ലെന്നോ യാതൊരുവിധ വാക്കും ഒരു പ്രതീക്ഷയും നൽകാതെയാണ് സുധീറിന്റെ മടക്കയാത്ര. എന്നാൽ വിമലയാവട്ടെ പ്രതീക്ഷ കൈവിടാതെ കാത്തിരിക്കുകയാണ്. ഈ നോവലിലുടനീളം സുധീർ ഒരു ചതിയനാണെന്നോ ഒരു വഞ്ചകനാണെന്നോ വിമല കരുതുന്നതേയില്ല. ഒരുപക്ഷെ അവരുടെ ആ കഥാപാത്രത്തിന്റെ സവിശേഷത എന്ന് പറയുന്നത് അവരുടെ ഈ മനസ്സ് തന്നെയായിരിക്കും. കാരണം ഒരിക്കൽ പോലും സുധീർ തന്നെ ചതിച്ചിട്ട് പോയതാണെന്നോ അല്ലെങ്കിൽ വഞ്ചിച്ചിട്ട് പോയതാണെന്നോ വിമല കരുതുന്നതേയില്ല. ഇതിൽ പറയേണ്ട മറ്റൊരു പ്രധാനപ്പെട്ട കാരണം എന്ന് പറയുന്നത് നമ്മുടെ വിമലയുടെ, അതായത് ആ നൈമിക്കാളിലെ ട്യൂട്ടർ, അതായത് റെസിഡൻഷ്യൽ ട്യൂട്ടറിന്റെ കുടുംബ പശ്ചാത്തലമാണ്. നമ്മുടെ MTയുടെ എഴുത്തുകളിൽ സ്ഥിരം കാണാൻ പറ്റുന്ന ഒരു ജോൺറകളിൽ ഒന്നാണ് ഈ
ഈ തകർന്ന കുടുംബ പശ്ചാത്തലം എന്ന് പറയുന്നത്. അതായത് വിമലയുടെ അച്ഛൻ എന്ന് പറയുന്നത് ഒരു വലിയ ഉദ്യോഗത്തിലിരുന്ന ഒരു വ്യക്തിയാണ്. അദ്ദേഹത്തിന്റെ ജീവിതത്തിന്റെ അവസാന കാലഘട്ടത്തിൽ താൻ കിടപ്പിലാവുകയും തന്റെ കുടുംബത്തിലെ കാര്യങ്ങളൊക്കെ തലകീഴായിട്ട് മാറുന്നത് നമുക്കിവിടെ കാണാൻ പറ്റും. ഉദാഹരണത്തിന് തന്റെ വിമലയുടെ അമ്മ തനിക്ക് ഇഷ്ടമുള്ള ഒരാളോടൊപ്പം പോകുകയും വിമലയുടെ അനിയൻ എന്ന് പറയുന്നവൻ ലഹരിക്ക് അടിമയാകുകയും ചെയ്യുന്നു. മാത്രമല്ല വളരെ നിസ്സഹായമായ ഒരു അവസ്ഥയിലാണ് വിമലയുടെ അനിയത്തിയും കണ്ടുപോയിക്കൊണ്ടിരിക്കുന്നത്. ഇങ്ങനെ എംപിയുടെ സ്ഥിരം എഴുത്തുകളായ മറ്റേ കാലത്തിലും ഒക്കെ കാണാൻ പറ്റുന്ന അതേ കുടുംബ പശ്ചാത്തലമാണ് ഇവിടെ വിമലയ്ക്കും നൽകിയിട്ടുള്ളത്. അപ്പോൾ ഇതാണ് വിമലയുടെ കുടുംബ പശ്ചാത്തലം. എനിക്ക് ഇതിൽ ഏറ്റവും ഇഷ്ടപ്പെട്ട കഥാപാത്രം എന്ന് പറയുന്നത് ഒരുപക്ഷെ സർദാർജിയുടേതാണ്. എൻ്റെ പേഴ്സണൽ ഫേവറേറ്റ് ആയ ഒരു കഥാപാത്രം കൂടെയാണ്. ഒരുപക്ഷെ ഈ നോവൽ നിങ്ങൾ വായിക്കുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും, നിങ്ങൾക്ക് ചിലപ്പം തോന്നി തുടങ്ങും, MT തന്റെ ചിന്തനങ്ങളും തന്റെ വാചകങ്ങളും വായനക്കാരുമായി പങ്കുവയ്ക്കാൻ എടുത്ത ഒരു കഥാപാത്രമായിട്ട് നമുക്കിവിടെ സർദാർജിയെ കാണാൻ പറ്റുള്ളൂ. കാരണം അദ്ദേഹം ഉപയോഗിക്കുന്ന ഓരോ വാക്കുകളും ഓരോ വാക്യങ്ങളും അങ്ങേയറ്റം കവിത തുടങ്ങുന്ന വാക്യങ്ങളാണ്. ഉദാഹരണത്തിന് ഒരിക്കൽ വിമലയുടെ അച്ഛൻ മരിച്ചതിനു ശേഷം വിമല നൈനിറ്റാളിലേക്ക് തിരിച്ചു മടങ്ങുമ്പോൾ സർദാർജി പറയുകയുണ്ടായി, മലയാളികൾക്ക് അങ്ങേയറ്റം അന്നോളം ഇന്നോളം ഉപയോഗിക്കാൻ പറ്റുന്ന ഒരു കവിത തുടങ്ങുന്ന ഒരു വാചകമാണിത്. മരണം രംഗബോധമില്ലാത്ത ഒരു കോമാളിയെ പോലെയാണ്. അതെ, അവൻ എപ്പോൾ വേണമെങ്കിലും കടന്നു വരാം. അതുകൊണ്ട് നിങ്ങൾ മരണത്തെക്കുറിച്ച് സംസാരിക്കാതിരിക്കുക എന്നൊരു ഓർമ്മപ്പെടുത്തലുകൂടെയാണ് നമ്മുടെ സർദാർജി വിമലയ്ക്ക് നൽകുന്നത്. ശേഷം സർദാർജി എന്ന് പറഞ്ഞാൽ തന്റെ ജീവിതത്തിന്റെ സായാഹ്നത്തിൽ എത്തിപ്പെട്ടിരിക്കുന്ന ഒരു മധ്യവയസ്കനാണ്. തനിക്ക് ജീവിക്കാൻ ഇനി വെറും 2-3 ആഴ്ചകൾ അല്ലെങ്കിൽ മാസങ്ങൾ മാത്രമേ ഡോക്ടർമാർ വിധി എഴുതിയിട്ടുള്ളൂ. അദ്ദേഹം ഒരു അർബുദ രോഗിയാണ്. എന്നാൽ പ്രതീക്ഷ കൈവിടാതെ തന്റെ ജീവിതത്തിന്റെ അവസാന കാലഘട്ടം ആസ്വദിച്ച് കഴിയുവാൻ വേണ്ടിയാണ് നൈനിറ്റാളിലേക്ക് വരികയും അവിടുത്തെ ഗോൾഡൻ ലുക്ക് അപ്പാർട്ട്മെന്റിൽ താമസിക്കുകയും നമ്മുടെ കഥാപാത്രമായ വിമല ടീച്ചറെ പരിചയപ്പെടുന്നതും സൗഹൃദത്തിൽ ഏർപ്പെടുത്തുന്നതും ഒക്കെ ചെയ്യുന്നത്. പലപ്പോഴായി ഇവരുടെ സംവാദങ്ങൾ നമുക്ക് ശ്രദ്ധിച്ചാൽ മനസ്സിലാകും, ഏറെ, അതായത് ഞാൻ മുൻപ് പറഞ്ഞതുപോലെ MT വായനക്കാരുമായി പങ്കുവയ്ക്കാൻ ആഗ്രഹിക്കുന്ന ചില വാചകങ്ങളുണ്ട്. ഉദാഹരണത്തിന്, ചിരി ഒരു മഹാസിദ്ധിയാണ് ടീച്ചർജി, നിങ്ങൾ പലപ്പോഴും ചിരിക്കണം, അല്ലെങ്കിൽ ആ മഹാസിദ്ധി നിങ്ങളെ കൈവിട്ടു പോകും. അതെ, നിങ്ങൾ ഏവരും ചിരിക്കാൻ മറന്നുപോയിരിക്കുന്നു. നമ്മുടെ ജീവിതത്തിൽ പലപ്പോഴുമായി പല കഷ്ടങ്ങൾ വരുമ്പോഴും നമ്മൾ ചിരിക്കാൻ മറന്നു പോകരുത്. MTയുടെ ഒരു ഓർമ്മപ്പെടുത്തൽ കൂടെയാണ്. കാരണം നമ്മൾ ചിരിക്കാൻ മറക്കാതിരിക്കുക. ഇതിൽ മറ്റൊരു വചനമുണ്ട്. അതായത് ഞാൻ ഇത് നിങ്ങളുമായി പങ്കുവയ്ക്കാൻ ആഗ്രഹിച്ചതല്ല, എന്നാൽ ഞാൻ സ്ക്രിപ്റ്റ് എഴുതുമ്പോൾ ഇത് പങ്കുവയ്ക്കാതിരിക്കാൻ എനിക്ക് തോന്നിയില്ല. അതായത് നമ്മുടെ ഭാഷയിൽ പറഞ്ഞാൽ ഒരു പ്രൊപ്പോസൽ സീനാണ് ഇവിടെ നടക്കുന്നത്. അതായത് നമ്മുടെ ഈ സർദാർജി എന്ന് പറയുന്ന വ്യക്തി നമ്മുടെ വിമല ടീച്ചർക്ക് തന്റെ ഇഷ്ടം തുറന്നു പറയുകയാണ്. അപ്പോൾ ഇങ്ങനെയാണ് അദ്ദേഹം പറയുന്നത്, എനിക്ക് നിങ്ങളെ ഇഷ്ടമാണ്. അപ്പോൾ സ്വാഭാവികമായും വിമലയുടെ മുഖത്ത് ഒരു പരിഭ്രമവും ഒരു ഭയവും കാണപ്പെടും. കാരണം അദ്ദേഹം ഒരു മധ്യവയസ്കനാണല്ലോ. നിങ്ങൾ പേടിക്കേണ്ടതില്ല, ഞാൻ നിങ്ങളെ വഴിയിൽ തടഞ്ഞു നിർത്തുകയില്ല, പ്രേമലേഖനം നൽകുകയുമില്ല, ഒന്നും തന്നെ ചെയ്യുകയില്ല. ഒരു ബന്ധവും കൽപ്പിക്കാതെ തന്നെ എനിക്ക് നിങ്ങളെ വെറുതെ ഇഷ്ടമാണ്. എത്ര നിഷ്കളങ്കമായിട്ടാണ്, എത്ര മനോഹരമായിട്ടാണ് തന്റെ ഇഷ്ടം ഒരാളോട് തുറന്നു പറയുന്നത്. കാരണം ഒന്നും പ്രതീക്ഷിക്കാതെ ഒരാളെ സ്നേഹിക്കുക എന്ന് പറയുന്നത് വളരെ അപൂർവമായ ഒരു കാഴ്ചയാണ്, പ്രത്യേകിച്ച് ഇന്നത്തെ കാലഘട്ടത്തിൽ. അപ്പോൾ അങ്ങനെ ഇരിക്കുമ്പോൾ നമ്മുടെ ഈ വചനം കൂടെ കേൾക്കുമ്പോൾ നമുക്ക് ആ കഥാപാത്രത്തിനുള്ള ഒരു പ്രത്യേക അടുപ്പം നമുക്ക് തോന്നിപ്പോകും. ശേഷം ഇതിലെ മറ്റൊരു പ്രധാനപ്പെട്ട കഥാപാത്രം എന്ന് പറയുന്നത് ബുദ്ധു ആണ്. ബുദ്ധു എന്ന് പറയുന്നത് ഒരു തോണിക്കാരൻ പയ്യനാണ്. പണ്ടൊരിക്കൽ അവിടെ ആ നൈനിറ്റാൾ പശ്ചാത്തലത്തിൽ എത്തിപ്പെടുന്ന ഒരു സായിപ്പ് അവിടുത്തെ നാട്ടിൻപുറത്തുകാരിയായ ഒരു പെണ്ണിന് സമ്മാനിച്ചു പോകുന്നതാണ് നമ്മുടെ ഈ ബുദ്ധുവിന്. ബുദ്ധു തന്റെ ജീവിതത്തിൽ ഒരിക്കലും തന്റെ അച്ഛനെ കണ്ടിട്ടുമില്ല. അവന്റെ കയ്യിൽ ആകെയുള്ളത് എന്ന് പറഞ്ഞത് അമ്മ പണ്ട് കൊടുത്ത ഒരു ഫോട്ടോഗ്രാഫ് മാത്രമാണ്. തന്റെ അച്ഛന്റെ ഒരു ഫോട്ടോഗ്രാഫാണ്, ഒരു സായിപ്പിന്റെ ഫോട്ടോഗ്രാഫ്. അപ്പോൾ അതും തൂക്കിപ്പിടിച്ച് അവൻ എല്ലാ വേനലവധി കാലത്തും അവിടെ ആ ടൂറിസ്റ്റ് കേന്ദ്രത്തിൽ വരുന്ന മറ്റ് സായിപ്പുമാരും മറ്റ് യാത്രക്കാരുടെ ഇടയിലും തന്റെ അച്ഛനെ തിരഞ്ഞുകൊണ്ടിരിക്കുകയാണ്. താൻ തന്റെ അച്ഛനെ വേണ്ടി കാത്തിരിക്കുകയാണ്. ഒരിക്കൽ ഒരു ബോട്ട് യാത്രക്കിടയിൽ നമ്മുടെ വിമല ടീച്ചറോട് ചോദിക്കുകയുണ്ടായി, എന്റെ അച്ഛൻ തിരികെ വരുമായിരിക്കും അല്ലേ സാബ്? അപ്പോൾ അവർ പറയുന്ന മറുപടി ഇങ്ങനെയാണ്, ബുദ്ധുവിനെ അച്ഛനെ കണ്ടിട്ട് എന്തിനാ
അപ്പോൾ ബുദ്ധു പറയും, ഒന്നിനു വേണ്ടിയിട്ടല്ല മേംസ, വെറുതെ ഒന്ന് കാണണം, അത്ര തന്നെ. അപ്പോൾ വിമല തിരിച്ച് മറുപടി പറയും, അതെ എനിക്കും അത്ര തന്നെ. ഇപ്പോൾ നമുക്ക് മനസ്സിലാവും വിമല ആരെ കുറിച്ചാണ് പറയുന്നത്, അതായത് വിമലയുടെ കാത്തിരിപ്പ് ആരെ കുറിച്ചാണ് എന്നത് നമുക്ക് മനസ്സിലാവും. അതെ, തന്റെ പ്രിയപ്പെട്ട കാമുകനായ സുധീർ കുമാർ മിശ്രയെ കുറിച്ചാണ് വിമല പറയുന്നത്. ഒരു നോക്ക് കാണാൻ പറ്റിയിരുന്നെങ്കിൽ, അല്ലെങ്കിൽ ഒന്ന് അവൻ വന്നിരുന്നെങ്കിൽ എന്നാണ്. എന്നിട്ടും പ്രതീക്ഷ തീരെ കൈവിടാതെ നിൽക്കുകയാണ് വിമല. അതെ, മഞ്ഞ് വായിക്കുമ്പോൾ നിങ്ങൾക്ക് പലപ്പോഴും തോന്നിപ്പോവും കാത്തിരിപ്പ് തന്നെയാണ് ആത്മാവ്. ഞാൻ മുമ്പ് പറഞ്ഞതുപോലെ കാത്തിരിപ്പ് തന്നെയാണ് ഇവിടുത്തെ ആത്മാവ്. കാരണം ഇതിലെ പ്രകൃതി വരെ, അതായത് മഞ്ഞുകാലത്തിന് ശേഷമുള്ള വേനൽക്കാലത്തിന് വേണ്ടി ആണ് പ്രകൃതി വരെ കാത്തിരിക്കുന്നത്. അതുപോലെ തന്നെ ഇതിൽ കാണുന്ന ബുദ്ധുവിന്റെ കഥാപാത്രമായാലും വിമലയുടെ കഥാപാത്രമായാലും, എന്തിനു പറയണം, വിമലയുടെ അച്ഛന്റെ കഥാപാത്രം, അതായത് തളർന്നു കിടക്കുമ്പോഴും മരണത്തിന് വേണ്ടിയായിട്ടാണ് വിമലയുടെ അച്ഛൻ കാത്തിരിക്കുന്നത്. എന്നിങ്ങനെ എല്ലാവരും, എല്ലാ കഥാപാത്രങ്ങളും ഓരോ കാത്തിരിപ്പുകൾ നടത്തുകയാണ്. പക്ഷേ എല്ലാ കാത്തിരിപ്പുകളും വിഫലമാവുകയില്ല. അതായത് എല്ലാ കാത്തിരിപ്പുകൾക്കും അർത്ഥമുണ്ട്, അർത്ഥവത്തായതാണ് എന്ന ഒരു ശുഭപ്രതീക്ഷ നമ്മുടെ മഞ്ഞിലൂടെ നമ്മുടെ കഥാകൃത്ത് MT വാസുദേവൻ നായർ നൽകുകയാണ് വായനക്കാരൻ. പിന്നെ ഇത് വായിക്കുമ്പോൾ നിങ്ങൾക്ക് പലപ്പോഴും തോന്നിപ്പോവും, ഒരു യാത്രാ വിവരണം വായിക്കുന്ന ഒരു അനുഭൂതി പലപ്പോഴുമായി വായനക്കാർക്ക് ലഭിച്ചു എന്ന് വരാം. കാരണം ഞാൻ പറഞ്ഞതുപോലെ വളരെ മനോഹരമായ ഒരു പശ്ചാത്തലമാണ് ഇതിൽ MT ഒരുക്കിയിട്ടുള്ളത്. കാരണം നൈനിറ്റാളിന്റെ പ്രകൃതിയായാലും ശരി, അവിടുത്തെ പടുകൂറ്റൻ വൃക്ഷങ്ങളായാലും തടാകങ്ങളായാലും പിന്നെ ആ മൂടൽമഞ്ഞും ഒക്കെ വായനക്കാർക്ക് ഒരു യാത്രാ വിവരണം വായിക്കുന്ന ഒരു അനുഭൂതി ലഭിച്ചു എന്ന് വരാം. സാന്ദ്രമായ കാവ്യഭാഷയിലാണ് മഞ്ഞിന്റെ രചന. ഇതിലെ ചില വാക്യങ്ങളും പ്രയോഗങ്ങളും കാവ്യാത്മകമാണ്. ഉദാഹരണം, എണ്ണമറ്റ നേർത്ത ശബ്ദങ്ങൾ കൂടിക്കലർന്ന് താളമുണ്ടാകുമ്പോഴാണ് നിശബ്ദത തോന്നുന്നത്. നിശബ്ദത ഒരു സംഗീതമാണ്. കാടിനും സംഗീതമുണ്ട്, മഴയ്ക്കും കാറ്റിനും ഭാഷയും സംഗീതവുമുണ്ട്. ഭാവത്തിന്റെ സംഗീതത്തിന് അനുകൂലമാവണം ഭാഷയുടെ ശ്രുതി എന്ന പൊരുൾ എനിക്ക് ഒരിക്കലും വിസ്മരിക്കുന്നില്ല. അവിടെ നിന്നായി പൊറുക്കിയെടുത്ത ചില വാചകങ്ങൾ. അടഞ്ഞു കിടക്കുന്ന ജാതകം തുറന്നിട്ടപ്പോൾ ആവേശത്തോടെ വന്ന് കെട്ടിപ്പിടിച്ചതിനു ശേഷം മുറി കുറ്റബോധത്തോടെ പരുങ്ങി നിൽക്കുന്ന തണുത്ത വായു. അന്തരീക്ഷത്തിന്റെ മാറിലേക്ക് തറച്ചു നിൽക്കുന്ന ഒടിഞ്ഞ അസ്ത്രം പോലെയുള്ള പാറക്കെട്ട്. ഞാൻ പറഞ്ഞല്ലോ, ഒരു കവിത വായിക്കുന്നത് പോലെ ആയിരിക്കും നിങ്ങൾക്ക് ഈ പുസ്തകം വായിച്ചതിന് ശേഷം തോന്നാനുള്ളത്. ഇത് പറഞ്ഞ് അവസാനിക്കുന്നതിന് മുൻപ് ഞാൻ ഈയിടെയായി ഒരു വീഡിയോ കണ്ടിട്ടുണ്ടായിരുന്നു. അതിൽ MTയുടെ ഒരു അഭിമുഖമാണ്. അതിൽ അദ്ദേഹം പറയുന്നുണ്ട്, താൻ ഈ മഞ്ഞ് എഴുതുന്ന സമയത്ത് ഒരു വാക്ക് മാത്രം, ഒരു വചനം, ഒരു വാക്ക് ആവശ്യമില്ലാത്ത ഒരു സ്ഥലത്ത് ഞാൻ ഇട്ടിട്ടുണ്ട്. അതിനെക്കുറിച്ച് ഞാൻ പിന്നീട് അത് വേണ്ടായിരുന്നു, ആ വാക്ക് അവിടെ ഇടേണ്ട ഒരു ആവശ്യവും ഇല്ലായിരുന്നു എന്ന് പലപ്പോഴും തോന്നിയിട്ടുണ്ട് എന്ന് തുറന്നു പറയുന്നുണ്ട്. കാരണം ഞാൻ മുൻപ് പറഞ്ഞല്ലോ, ഓരോ വാക്കും വാക്യങ്ങളും അങ്ങേയറ്റം സൂക്ഷ്മതയോടെ കൈകാര്യം ചെയ്യേണ്ട ഒരു സൃഷ്ടിയാണ് നമ്മുടെ നോവല എന്ന് പറയുന്നത്. അപ്പോൾ ഇത് നിങ്ങൾ വായിച്ചിട്ട് നിങ്ങൾ കണ്ടുപിടിക്കുക, ഇതിൽ ഉപയോഗിച്ചിരിക്കുന്ന അതായത് ആ വാക്ക് MT പറഞ്ഞ പോലെ ആവശ്യമില്ലാത്ത ഒരു വാക്ക് എന്ന് പറയുന്നത് നിങ്ങളിത് വായിച്ചിട്ട് എന്നോട് പറയുക, ഞാൻ അപ്രീഷിയേറ്റ് ചെയ്യുന്നതാണ്. ശേഷം കാരണം വേണമെങ്കിൽ ഒരു ഹിന്റ് തരാം. വിമലയുടെ അച്ഛനെ കുറിച്ചിട്ടാണ് ഈ വാക്ക് പറയുന്നത്. ഓക്കെ, ഫാമിലി പിടികിട്ടിയാൻ തോന്നുന്നു. ഇത്രയും പറഞ്ഞുകൊണ്ട് ഈ അവസരം ഒരിക്കലും